ഹായ്, എൻ്റെ പേര് റെൻസി ടോമി പുളിക്കൽ. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ സ്കൂളിങ്ങൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ശേഷം ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര ക്യാമ്പസിലാണ്. അവിടെ 4 വർഷം ഞാൻ BSc പൂർത്തിയാക്കിയ ശേഷം അവിടെ 1 വർഷം ഞാനൊരു അവിടുത്തെ കൊക്കോ റിസർച്ച് സെൻറ്ററിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. അങ്ങനെ 2020 ഞാൻ ഇറാസ്മസ് മുണ്ടസ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഫോർ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് 2 യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് 2 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഫുൾ മാസ്റ്റേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ സ്വീഡിഷ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസിലും സെക്കൻഡ് ഇയർ എഗെ യൂണിവേഴ്സിറ്റി ടർക്കിയിലും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ഇൻറ്റേൺഷിപ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ഗെൻറ്റിലും, പിന്നീട് എൻ്റെ മാസ്റ്റേഴ്സ് തീസിസ് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോളിക്കുലർ പ്ലാന്റ് ഫിസിയോളജി ജർമ്മനിയിലും ചെയ്തു. അതിനുശേഷം 2022 ഞാൻ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോളിക്കുലർ പ്ലാന്റ് ഫിസിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞാൻ 2ാം വർഷം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് 2 വർഷം കൂടിയുണ്ട് എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ PhD ചെയ്യുന്നത് പ്ലാന്റ് സയൻസിലാണ്. കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സീഡ് ഡെവലപ്മെൻറ്റിലാണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോഴും ഒരു അഗ്രികൾച്ചർ ബാച്ചിലേഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിദേശത്തേക്കുള്ള അവസരങ്ങൾ? ഒരു ബാച്ചിലേഴ്സ് ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ. ഡയറക്റ്റായിട്ട് അല്ലാണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി കുട്ടികൾ പോകുന്നത് അധികം കണ്ടിട്ടില്ല. മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ അവസരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഫുൾ ഫണ്ടിങ്ങോ ഹാഫ് ഫണ്ടിങ്ങോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നീട് സ്കോളർഷിപ്പുകളുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അമേരിക്കയിലൊക്കെ ലഭിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് റിസർച്ച് അസിസ്റ്റൻഷിപ്പ് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിരവധി സ്കോളർഷിപ്പുകളുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളുണ്ട്. അതിനു വേണ്ടി ജോയിൻ ചെയ്യാം. പിന്നീട് ചിലപ്പോൾ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വാഗ്നിംഗൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമുണ്ട്. പിന്നീട് ഓരോ രാജ്യങ്ങളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയ സ്കോളർഷിപ്പ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വീഡിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വീഡൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാം. പിന്നീട് നെതർലാൻഡ്സിൻ്റെ ഓറഞ്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം, ജർമ്മനിയുടെ ഡാഡ് ഫെലോഷിപ്പ് പ്രോഗ്രാം, പോളണ്ടിൻ്റെ പോളിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് പ്രോഗ്രാം. അങ്ങനെ ഓരോ രാജ്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ നിരവധി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുട്ടികൾ ചെയ്യുന്ന മാതിരി മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങളുടെ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ നീഡ്സും നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് പ്രധാനമായിട്ട് വരുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PhD ചെയ്യാനായിട്ട് പോകാൻ സാധിക്കും. PhD ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഡയറക്റ്റ് ലാബുകളിലേക്ക് അവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നതനുസരിച്ച് PhD സ്റ്റുഡൻസിന് അവർ എടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. PhD അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മേരി ക്യൂറീസ് ഫെലോഷിപ്പ് പ്രോഗ്രാം PhD സ്റ്റുഡൻസിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുമാതിരി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടുത്തെ PhD പ്രോഗ്രാമായ ഇംപ്രസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, IMPRES. ആ പ്രോഗ്രാം വഴി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും അവർ കംപ്ലീറ്റ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളാണ്. അത് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ എക്സ്പെൻസും അതിൽ കവർ ചെയ്യുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സാമുകൾ ഇതിനു വേണ്ടി പാസ്സാവേണ്ടത് എന്നുള്ളൊരു സംശയം വരാം. പ്രധാനമായിട്ടും വേണ്ടത് IELTS അല്ലെങ്കിൽ TOEFL അല്ലെങ്കിൽ GRE എന്ന് പറയുന്ന എക്സാമുകളാണ്. IELTSഉം TOEFLും ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എക്സാംസാണ്. അതായത്
ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസാണ് പ്രധാനമായിട്ടും IELTS അല്ലെങ്കിൽ ടോഫിൽ പോലത്തെ എക്സാം ആവശ്യപ്പെടുന്നത്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലത്തെ രാജ്യങ്ങളിലേക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് സ്കില്ല് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും സ്റ്റുഡൻസിന് 6 അല്ലെങ്കിൽ 6.5 എന്ന് പറയുന്ന ഒരു സ്കോറായിരിക്കും വേണ്ടി വരിക. പിന്നീട് GRE എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ എന്നാണ് ഇതിൻ്റെ പറയുന്ന പേര്. ഈ ഒരു എക്സാം പ്രധാനമായിട്ടും അമേരിക്കയിലും ജർമ്മനിയിലുമുള്ള യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും ഡിമാൻഡ് ചെയ്യുന്നത്. ഒരു 5 തൊട്ട് 10 വർഷം മുന്നേ വരെ ഇത് വളരെ പ്രധാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും അതിനുള്ള വേവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അത്ര എക്സ്ക്ലൂസീവ്ലി മാൻഡേറ്ററി അല്ല. ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ബേസിക്കലി GRE എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള എക്സാം പ്രിപ്പറേഷൻ സെൻറ്റേഴ്സും എക്സാം കണ്ടക്ടിങ് സെൻറ്റേഴ്സും ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഫുൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയാം. ഏറ്റവും ആദ്യം നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലുള്ള കോഴ്സോ അല്ലെങ്കിൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ PhDക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ PhD ആണെങ്കിൽ PhD ചെയ്യാനുള്ള ലാബോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ AgriStock എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് വഴി നോക്കുകയാണെങ്കിൽ ഗ്ലോബലി അവർ എവിടെയൊക്കെയാണോ ന്യൂ പൊസിഷൻസ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ അവർ അവരുടെ വെബ്സൈറ്റിൽ കൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതുവഴി കറസ്പോണ്ടിങ് ഡീറ്റെയിൽസൊക്കെ വായിച്ചെടുത്തത് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിന് അനുസരിച്ചുള്ളതാണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നിങ്ങൾ അതുപോലെ തന്നെ വേറൊരു വെബ്സൈറ്റാണ് TAIR എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. പിന്നീട് അതാത് യൂണിവേഴ്സിറ്റികളുടെ കരിയർ വെബ്സൈറ്റുകൾ. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിരവധിയായ പൊസിഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്പണിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് CV, മോട്ടിവേഷൻ ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ, പിന്നെ നിങ്ങളുടെ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. CV വളരെ പ്രധാനമാണ്. CV വളരെ അട്രാക്റ്റീവായിട്ട് വളരെ കമ്പൈൽഡ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പം യൂറോപാസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് CV ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു ടൂളാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലേക്ക് ഞാൻ അങ്ങനെ കൂടുതലൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു നോർമൽ വേർഡിൽ ചെയ്ത് PDF ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒത്തിരി CV പ്രിപ്പറേഷൻ മോഡലുകളും ടെംപ്ലേറ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിലും ഒക്കെ കണ്ടുപിടിക്കാം. യൂട്യൂബിൽ ഒത്തിരി ട്യൂട്ടോറിയൽസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ വളരെ ഇമ്പ്രസീവായ CV ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് വരുന്ന ഒന്നാണ് മോട്ടിവേഷൻ ലെറ്റർ അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന ഫെലോഷിപ്പ് ആയാലും സ്കോളർഷിപ്പ് ആയാലും എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നു, ഹൗ മച്ച് യു ആർ ഫിറ്റ് ഫോർ ദിസ് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. അതിൽ നിങ്ങളുടെ സ്കിൽസ് എത്രമാത്രം നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമുകളുമായിട്ട് മേർജ്ഡ് ആണെന്നുള്ളത് നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണം. നിങ്ങളുടെ CV തന്നെ വീണ്ടും അവിടെ കോപ്പി ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. പകരം നിങ്ങളുടെ സ്കിൽ സെറ്റ് അതിനകത്തേക്ക് എത്രമാത്രം മേർജ്ഡ് ആണ് എന്ന് നിങ്ങൾ അതിൽ വ്യക്തമായി ക്ലിയറായി സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സാധാരണ മോട്ടിവേഷൻ ലെറ്റർ നിങ്ങൾക്ക് 1.5 പേജ് മുതൽ 2 പേജ് വരെ എഴുതാം. 2 പേജിൽ കൂടുതലുള്ളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വായിക്കുന്നവർക്കൊരു ബോറടി ആയിരിക്കും നിങ്ങളൊരു ചരിത്രം പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം അതുപോലെ തന്നെ മോട്ടിവേഷൻ ലെറ്ററും നിങ്ങൾക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ ഗൂഗിൾ വഴി കണ്ടുപിടിക്കാം. ഈവൻ ചില യൂണിവേഴ്സിറ്റികൾ മോട്ടിവേഷൻ ലെറ്ററിൻ്റെ മോഡൽ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുമായി ഡയറക്റ്റ് ബന്ധമുള്ള നിങ്ങളുടെ പ്രൊഫസേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ്, അങ്ങനെ ആരായാലും നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവരായിരിക്കണം അത് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ആ ചെയ്യുന്നവരുടെ റാങ്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫസർ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ തരുവാണെങ്കിൽ തീർച്ചയായും അത് വളരെ വാല്യുബിൾ ആണ്. കാരണം അവരുടെ എക്സ്പീരിയൻസും അവരുടെ അക്കാദമിക് എക്സ്പീരിയൻസും ഒപ്പം തന്നെ അവരുടെ പ്രൊഫൈലുമാണ് അതിൽ നിങ്ങളെ കൂടുതലായിട്ടും ഒരു എക്സ്ട്രാ ബൂസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നീട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാം അനുസരിച്ച് അതിൻ്റേതായ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലും ഡോക്യുമെൻറ്റേഷൻ സബ്മിഷനിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിപ്പം ഓരോ പ്രോഗ്രാം അനുസരിച്ചിരിക്കും. ചില പ്രോഗ്രാമുകളിൽ കുറച്ചുകൂടെ നിങ്ങൾ ക്വസ്റ്റനിയർ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. കുറച്ചും കൂടെ ചിലപ്പോൾ കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അത് ആ പ്രോഗ്രാമുകളൊക്കെ അനുസരിച്ചിരിക്കും. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇംപ്രസീവ് ആവുകയാണെങ്കിൽ നിങ്ങളെ അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിയുമ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രോഗ്രാമിനാണോ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഏത് ലാബിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഒരു വ്യക്തമായ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഉണ്ടായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതിനുവേണ്ടി വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനൊക്കെ നല്ല ഇംപ്രസീവായ ആൻസർ എപ്പോഴും പ്രിപ്പയർ ചെയ്യാമെന്ന് വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനമാണ്. ഇൻ്റർവ്യൂവും നിങ്ങൾ സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ വളരെ ഒരു കരിസ്മാറ്റിക് ബിഹേവിയറൻസ് ആയിരിക്കും കൊടുക്കേണ്ടത്. ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് നിങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട് വില്ലിങ്നെസ് കാണിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പ്രസീവായ ഒരു സ്കിൽസ്, വളരെ ഇമ്പ്രസീവായ കാര്യങ്ങളാണ് അതൊക്കെ. ഇൻ്റർവ്യൂവും നിങ്ങൾ ഇമ്പ്രസീവായി അപ്പിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ ഓഫർ ലെറ്റർ തരും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി പുറത്തേക്കുള്ള എല്ലാ സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളും അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഒരു ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓഫീസർ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നിങ്ങളെ ഈ വിസ പ്രോസസ്സിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വിസ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കറസ്പോണ്ടിങ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കോ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ മീൻ ടൈമിൽ അതിനുള്ള ഹെൽപ്പ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ പറഞ്ഞു തരുകയും ചെയ്യും. നിങ്ങളിവിടെ പിന്നെ കറസ്പോണ്ടൻ്റ് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നതാണ്. പിന്നീട് നിങ്ങൾ ഏത് രാജ്യത്താണോ ചെല്ലുന്നത് ആ രാജ്യം അനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ എങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും വളരെ ആക്റ്റീവ് ആൻഡ് വൈബ്രൻറ്റ് സ്റ്റുഡൻറ്റ് ലൈഫ് ഉണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ. നിങ്ങൾക്ക് അവർ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്കും അല്ലെങ്കിൽ ആക്ടിവിറ്റികളിലേക്കൊക്കെ ജോയിൻ ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ, ഹൗ മച്ച് യു ആർ സോഷ്യലി ആക്റ്റീവ് ആൻഡ് ഇൻട്രാക്റ്റീവ് എന്നുള്ളത് വെച്ച്. നിരവധി പ്രോഗ്രാം, അതായത് ഓരോ സമ്മറിലൊക്കെ ഒത്തിരി സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസ് ഉള്ളതാണ്. നിരവധി സ്റ്റുഡൻറ്റ് പാർട്ടീസൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനൊക്കെ പോവാം. നല്ല ആക്റ്റീവായ വൈബ്രൻ്റായ സോഷ്യൽ ലൈഫും ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അക്കാദമിക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻറ്റൻസ് മാസ്റ്റേഴ്സ്, റിസർച്ച് ബേസ്ഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ സെമിനാറുകളും പ്രസൻറ്റേഷൻസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ എടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അനുസരിച്ചിരിക്കും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് ചിലപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ PhDക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അതിലും ഇൻറ്റൻസ് ആയിട്ടുള്ള ലാബ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന പ്രോഗ്രാമുകളും ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അനുസരിച്ചിരിക്കും, നിങ്ങളുടെ പ്രോജക്റ്റ് അനുസരിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, നല്ല രീതിയിൽ എൻഗേജ് ആവുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ടൈം വളരെയധികം എൻഗേജിങ് ആക്കുന്ന രീതിയിൽ നിരവധി ആക്ടിവിറ്റീസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാദമിക് ലൈഫിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നൊരു ചോദ്യമാണ് ഏതൊക്കെയാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ. ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കണ്ടുപിടിക്കാം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ QS വേൾഡ് റാങ്കിങ്, THE വേൾഡ് റാങ്കിങ് എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിറ്റികളെയൊക്കെ റാങ്ക് ചെയ്യുന്ന ചില ഏജൻസികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ തന്നെ കണ്ടുപിടിക്കാം. ഈ ഒരു ഏജൻസികളുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതനുസരിച്ച് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലാൻ സയൻസിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റികൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെതർലൻഡ്സിലുള്ള വാഗ്നിംഗൻ യൂണിവേഴ്സിറ്റി,
സ്വീഡനിലുള്ള സ്വീഡിഷ് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ്, അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഡേവിസ്, പിന്നീട് കോർണൽ യൂണിവേഴ്സിറ്റി, പിന്നീട് പേർഡ്യൂ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 10-നുള്ളിൽ എപ്പോഴും റാങ്കിങ്ങിൽ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ബയോളജി, പ്ലാൻ ബ്രീഡിംഗ്, പ്ലാൻ പത്തോളജി, എൻറ്റമോളജി, അങ്ങനെ ഏതാണോ നിങ്ങളുടെ ഡിസിപ്ലിൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗൂഗിളിൻ്റെ സഹായം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് എപ്പോഴും ഫീസ്, സ്കോളർഷിപ്പ്, എക്സ്പെൻസ് മുതലായ കാര്യങ്ങൾ. നിങ്ങളൊരു ഫുൾ ഫണ്ടിങ് പ്രോഗ്രാമിലേക്കാണ് സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ്, നിങ്ങളുടെ അക്കാദമിക് ലൈക്ക് ട്യൂഷൻ ഫീ, നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് ഇതൊക്കെ അതിൽ കവർ ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറാസ്മസ് മുണ്ടസിൻ്റെ ഫുൾ ഫണ്ടിങ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അവർ പ്രൊവൈഡ് ചെയ്യും, ട്രാവൽ എക്സ്പെൻസ് അവർ കവർ ചെയ്യും, പിന്നീട് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും അതായത് മന്ത്ലി സ്റ്റൈപ്പൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഒരു ഫുൾ ഫണ്ടിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്യൂഷൻ എക്സ്പെൻസ് അതിൽ കവർ ചെയ്യും. നിങ്ങൾക്ക് പിന്നെ ഗ്രാജുവേറ്റ് റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു മന്ത്ലി സ്റ്റൈപ്പൻഡ് അങ്ങനെ ലഭിക്കും. പിന്നീട് അങ്ങനെ നിങ്ങളുടെ എക്സ്പെൻസ് കവർ ചെയ്യുന്നത് നിങ്ങൾ ഏത് പ്രോഗ്രാമിലേക്കാണ് സെലക്ട് ആയിട്ടുള്ളത് എന്നനുസരിച്ചിരിക്കും. എപ്പോഴും ഫുൾ ഫണ്ടിങ് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസസ് കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കും. പാർഷ്യൽ ഫണ്ടിങ് എന്ന് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീയും കാര്യങ്ങളൊക്കെ കവേർഡ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതിനാണ് നമ്മൾ ചിലപ്പോൾ ഒരു പാർഷ്യൽ ഫണ്ടിങ് എന്ന് പറയുക. പിന്നീട് ചിലപ്പോൾ മാസ്റ്റേഴ്സിന് കുട്ടികൾ ഫെലോഷിപ്പ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ രാജ്യത്തിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഒരു മിനിമം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിയൊക്കെ കാണിക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് പാർട്ട് ടൈം ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ട്യൂഷൻസ് ഒക്കെ പോകുന്നത്. പിന്നീട് ഒരു സ്റ്റുഡൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പം ഇപ്പോൾ നിങ്ങൾ ഒരു മാസ്റ്റർ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പം ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഒരു സ്റ്റുഡൻറ്റ് പ്രിവിലേജസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിനൊക്കെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ സ്റ്റുഡൻറ്റ് കാർഡ് കിട്ടും. പിന്നീട് യൂണിവേഴ്സിറ്റികൾ തന്നെ വളരെ ചീപ്പായ റേറ്റിൽ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഓരോ രാജ്യം അനുസരിച്ചും ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ ലഭിക്കുന്നതാണ്. പിന്നീട് ഏറ്റവും പ്രധാനം നിങ്ങൾ വിദേശത്തേക്ക് നിങ്ങളൊരു അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം റിസർച്ചിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് നിങ്ങൾ ബാച്ചിലേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് കുറച്ച് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നിങ്ങളുടെ CV വളരെയധികം ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ BSc കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് 1 അല്ലെങ്കിൽ 2 വർഷം റിസർച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് റിസർച്ചിനും കുറച്ച് എപ്പോഴും ഒരു നല്ല റിസർച്ചിൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതുമാണ്. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവസരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒന്നെങ്കിൽ അക്കാദമിയിൽ തന്നെ നിങ്ങൾക്ക് നിലനിൽക്കാം, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോവാം. അക്കാദമിയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ PhD, പിന്നീട് കുറച്ച് വർഷം പോസ്റ്റ് ഡോക്ക്, പിന്നീട് ജൂനിയർ ഗ്രൂപ്പ് ലീഡർ, പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ അക്കാദമിയിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിസർച്ച് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് വേറൊരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാറുക എന്നുള്ളത്. അതായത് നിരവധിയായ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ പഠിച്ച ഒരാൾക്ക് പ്ലാന്റ് ബ്രീഡിംഗ് കമ്പനികൾ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബെയർ ക്രോപ്പ് സയൻസ്, BASF, KWS, ലിമ ഗ്രീൻ, അങ്ങനെ നിരവധിയായ പ്ലാന്റ് ബ്രീഡിംഗ് കമ്പനികൾ. പിന്നീട് നിങ്ങൾക്ക് ബയോടെക്നോളജിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബയോടെക്നോളജി കമ്പനികളിലേക്ക് ഉള്ള അവസരങ്ങളുണ്ടാവും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലേക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് എന്നനുസരിച്ച് നിങ്ങൾക്ക് അതാത് മേഖല
ചൂസ് ചെയ്യാവുന്നതാണ്. മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് തീസിസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതേസമയം നിങ്ങൾ അക്കാദമിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ തീസിസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഉള്ള ലാബുകളിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. പിന്നീട് മറ്റൊരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന 1, 2, 3 ആപ്ലിക്കേഷനിലൊന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം എന്നില്ല. നിങ്ങളതിന് കൺസിസ്റ്റൻ്റായി ഡെഡിക്കേറ്റഡായി പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങളെന്നും അതായത് അതൊരു ലക്ഷ്യമായി തന്നെ എടുത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അതേസമയം 2, 3 റിജക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ ഇതെനിക്ക് പറ്റുന്ന പണിയല്ല എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ സസ്റ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ഒരു പെർസിവറൻസ് എപ്പോഴും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്. താങ്ക് യു.